ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ്, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഫണ്ട് പിരിക്കലും മുക്കലും അത് സ്വന്തം ആവശ്യങ്ങൾക്ക് വകമാറ്റി ചെലവഴിക്കലും തൊഴിലായി സ്വീകരിച്ച ആളുകളെയല്ല താനൂർ തെരഞ്ഞെടുക്കേണ്ടതെന്ന് മന്ത്രി കെ.ടി. ജലീൽ. താനൂർ നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി താനാളൂരിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പിരിച്ച പണത്തിന്റെ കണക്ക് ചോദിച്ചവരെ പുറത്താക്കുന്ന പാരമ്പര്യമാണ് മുസ്ലിം ലീഗിനുള്ളതെന്നും അത് ലീഗിന്റെ സംസ്കാരമായി മാറിയെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. മുമ്പ് ഗുജറാത്ത് ഫണ്ട്, സുനാമി ഫണ്ട് എന്നിവയുടെ കണക്ക് ചോദിച്ചപ്പോഴാണ് തന്നെ ലീഗിൽ നിന്നും പുറത്താക്കിയതെന്നും ഇപ്പോൾ കത്വയിലെ പെൺകുട്ടിക്ക് വേണ്ടി പിരിച്ചെടുത്ത പണം എന്തു ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ യൂസഫ് പഠനത്തെയും പുറത്താക്കിയതായി കെ.ടി. ജലീൽ കൂട്ടിച്ചേർത്തു. UDF ചെലവഴിക്കുന്ന കാശിന് കത്വയിലെയും ഉന്നാവലെയും പെൺകുട്ടികളുടെ കണ്ണീരിന്റെ നനവുണ്ട്. ആ കണ്ണീരിന് വിലയുണ്ടെങ്കിൽ താനൂരിലെ ജനങ്ങൾ LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാനെ വിജയിപ്പിക്കണമെന്നും കെ.ടി. ജലീൽ ആവശ്യപ്പെട്ടു. താനാളൂരിൽ നടന്ന പൊതുയോഗത്തിൽ മൊയ്തീൻകുട്ടി ഹാജി അധ്യക്ഷനായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലെ ജനങ്ങൾ വീണ്ടും അധികാരത്തിലേറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. സഖാവ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ കപ്പിത്താനെ വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ അവരോധിക്കാൻ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കപ്പും സോസറും അടയാളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. പിണറായി വിജയൻ ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കേരളത്തിൽ ജനങ്ങൾക്കുമേൽ നിപതിച്ച ഘട്ടത്തിൽ സംരക്ഷണത്തിന്റെ കവചം തീർത്ത് തന്റെ ജനതയെ മാറോട് ചേർത്തുവെച്ച് സംരക്ഷിതമായ ഒരു താവളത്തിൽ എത്തിച്ച പ്രഗത്ഭനായ ഭരണകർത്താവാണ്. കേരളത്തിന്റെ കപ്പിത്താൻ, കേരളത്തിന്റെ ക്യാപ്റ്റൻ, കാറ്റിലും കൂളിലും ഉലഞ്ഞു പോകാതെ കേരളത്തെ സുരക്ഷിതമായ താവളത്തിലെത്തിച്ച മിടുമിടുക്കനായ കേരളത്തിന്റെ കപ്പിത്താൻ. ആ കപ്പിത്താന്റെ കയ്യിൽ കേരളത്തിന്റെ അധികാരം കേരള ജനത ഒരിക്കൽ കൂടി ഏൽപ്പിക്കുമ്പോ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഉമൈത്താനകത്ത് കുഞ്ഞിക്കാദറിന്റെ പാദസ്പർശമേറ്റ് പുളകമണിഞ്ഞ താനൂരിന്റെ മണ്ണിൽ നിന്ന് വി അബ്ദുറഹ്മാൻ പിണറായി വിജയന്റെ കൈകൾക്ക് ശക്തി പകരാൻ കേരളത്തിന്റെ അസംബ്ലിയിൽ ഉണ്ടാവണം. മുസ്ലിം യൂത്ത് ലീഗ് മുൻ ദേശീയ സമിതി അംഗം യൂസഫ് പടനിലം, CPM ജില്ലാ സെക്രട്ടറി അംഗം E. ജയൻ, വി അബ്ദുറഹ്മാൻ, ചെറിയമുണ്ടം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് C. അബ്ദുൽ സലാം, P. രാജേഷ്, ലത്തീഫ്, വി അബ്ദുറസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. നിറവൂർ ഉണ്ണിയാൽ നടന്ന പൊതുയോഗത്തിൽ PP സൈദലവി അധ്യക്ഷനായിരുന്നു. മന്ത്രി കെ.ടി. ജലീൽ, വി അബ്ദുറഹ്മാൻ, E. ജയൻ, KV ഷംസു, ഫൈസൽ നിറമൂർ തുടങ്ങിയവർ സംസാരിച്ചു.